Dear students, good morning to all. Welcome to Social Science class. Our previous class, we discussed the Bronze Age civilizations. We know that the various Bronze Age civilizations. Which are they? Which were the major Bronze Age civilization? Okay, tell me. Which are the major Bronze Age civilization? First one, we already studied in our previous class. We know that. First one, it was Mesopotamian civilization. Second one, Egyptian civilization. Third one, Chinese civilization. And last or the fourth one, Harappan civilization. These four are the different Bronze Age civilizations. Which are the Bronze Age civilizations? Mesopotamian civilization, Egyptian civilization, Chinese civilization, Harappan civilization. Our previous class, we discussed the topic, the first Bronze Age civilization. We discussed the first topic of the Bronze Age civilizations, that was the Mesopotamian civilization. We know that Mesopotamian civilization, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ബ്രോൺസ് ഏജ് സിവിലൈസേഷനുകളെ കുറിച്ചാണ്. നമുക്കറിയാം അല്ലേ? അതിൻ്റെ പേരുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ് ആ പേരുകൾ? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്, ഈജിപ്ഷ്യൻ സിവിലൈസേഷന്, ചൈനീസ് സിവിലൈസേഷന്, അതുപോലെ ഹാരപ്പൻ സിവിലൈസേഷൻ. ഈ 4 സംസ്കാരങ്ങളാണ്. സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരങ്ങൾ. ഈ 4 സംസ്കാരങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, വെങ്കലയുഗ സംസ്കാരങ്ങൾ. അതിൽ ആദ്യത്തേത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. എന്താണ് അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്? നമുക്കറിയാം. The Mesopotamian civilization that flourished in the valleys between Euphrates and Tigris. അല്ലേ? ടൈഗ്രിസ് റിവറിൻ്റെയും യൂഫ്രട്സ് റിവറിൻ്റെയും നടുവിലായിട്ട്, അതിൻ്റെ താഴ്വരയ്ക്ക് ഇടയിലായിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ civilization. What is the meaning of Mesopotamia? We know that the land between 2 rivers. It is the meaning of Mesopotamia. The land between 2 rivers. And one more thing, which script that evolved or that developed in Mesopotamia? That is cuneiform script that developed in Mesopotamia. The script of Mesopotamia, that was cuneiform. And last we know that we said something about the major remains of Mesopotamia. മെസപ്പൊട്ടോമിയയിലെ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് മേജർ റിമൈൻസ്, മെസപ്പൊട്ടോമിയയുടെ ശേഷിപ്പുകൾ. ദാറ്റ് വാസ് സിഗുറാറ്റ്സ്. എന്താണ് സിഗുറാറ്റ്സ്? സിഗുറാറ്റ്സ് എന്ന് പറയുന്ന വലിയ ടെമ്പിൾ ബിൽഡിംഗ് ആണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയുമാണ് മെസപ്പൊട്ടോമിയയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ബ്രോൺസ് ഏജ് സിവിലൈസേഷനിലെ നെക്സ്റ്റ് സിവിലൈസേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. എന്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ? അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയും. Egyptian civilization that
flourished in the valley of the river Nile. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നു നൈൽ നദിയുടെ തീരങ്ങളിൽ, നൈൽ നദീ തീരങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ദാറ്റ് flourished in the valley of the river Nile. നൈൽ നദിയുടെ, ഏത് നദിയാണ്? നൈൽ നദി. നൈൽ നദിയുടെ തീരങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഏത്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് പഠിച്ചിട്ടുണ്ട് ഒരു സംസ്കാരം. അത് ഏതൊക്കെ നദികളുടെ തീരത്താണ് വളർന്നു വന്നിട്ടുള്ളത് അറിയുമോ? Which are the rivers that the Mesopotamian civilization flourished? The Euphrates and Tigris. അല്ലേ? യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രിസ് റിവേഴ്സിൻ്റെയും ഇടയിലായിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഏത്? മെസപ്പൊട്ടോമിയ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഏത് നദിയുടെ തീരങ്ങളിലാണ് വളർന്നു വന്നിട്ടുള്ളത്? which were the rivers the Egyptian civilization flourished? That was the Nile river. അല്ലേ? നൈൽ നദിയുടെ തീരങ്ങളിലാണ് വളർന്നു വന്നിട്ടുള്ളത്. The Egyptian civilization flourished in the valley of the river Nile. നൈൽ നദിയുടെ തീരങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഏത്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ, ഇനി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈൽ നദി ഒഴുകുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയുമോ? നൈൽ നദി പ്രധാനമായിട്ടും ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിലൂടെയാണ് അതിൻ്റെ നൈൽ നദിയുടെ മുക്കാഭാഗവും ഒഴുകി പോകുന്നത്. അപ്പം നൈൽ നദി എന്ന് പറയുന്നത് എന്താണ്? ഈജിപ്തിലൂടെ കടന്നു പോകുന്നു. ഈജിപ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ ഈജിപ്തിനെ നൈലിൻ്റെ വരദാനം എന്നറിയപ്പെടും. എന്താണ്? നൈൽ നദിയുടെ വരദാനം. ദാറ്റ് വാസ് ഈജിപ്ത്. നൈൽ നദിയുടെ വരദാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈജിപ്തിനെയാണ്. ഓക്കെ, നൈൽ നദിയുടെ വരദാനം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നൈൽ നദിയുടെ സമ്മാനം ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഈജിപ്താണ്. അതാണ് പറയുന്നത് ഈജിപ്ത് ഈസ് കോൾഡ്. ഈജിപ്ത് അറിയപ്പെടും എന്ത്? ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. നൈൽ നദിയുടെ ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വരദാനമാണ്, അല്ലെങ്കിൽ സമ്മാനമാണ്. ഓക്കെ, ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. ഏത് രാജ്യമാണ് അറിയപ്പെടുന്നത് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ? ഏത് രാജ്യമാണ്? ഈജിപ്ത്. ഏത് രാജ്യമാണ്? ഈജിപ്താണ്. ഈജിപ്തിനെയാണ് എന്തറിയപ്പെടുന്നത്? ദ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിച്ച് ആർ ദ സ്ക്രിപ്റ്റ് ഇൻ മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയൻ സ്ക്രിപ്റ്റ് ഏതാണ്? ദാറ്റ് വാസ് ക്യൂണിഫോം. അല്ലേ? നമുക്കറിയാം ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആണ്. ഇവിടെ ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് ഏതാണ്? ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് ഇറ്റ് വാസ് ഹൈറോഗ്ലിഫിക്സ്. എന്താണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. ഓക്കെ, ഏതാണ്? ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഹൈറോഗ്ലിഫിക്സ്. ഓക്കെ, മറന്നു പോകരുത്. മെസപ്പൊട്ടോമിയൻ സ്ക്രിപ്റ്റ് ഏതാണ്? ക്യൂണിഫോം. ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് ഏതാണ്? ഹൈറോഗ്ലിഫിക്സ്. അതായത് ഈജിപ്തിലെ എഴുത്തുവിദ്യയാണ് ഏത്? ഹൈറോഗ്ലിഫിക്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താ പേര് മറന്നുപോകുന്നത്? പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? ഹൈറോഗ്ലിഫിക്സ്. എന്താണ്? ഹൈറോഗ്ലിഫിക്സ്. മെസപ്പൊട്ടോമിയൻ സ്ക്രിപ്റ്റ് ഏതാണ്? ക്യൂണിഫോം. എന്താണ്? ക്യൂണിഫോം. ഇവിടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലുള്ള ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് ആണ് ഹൈറോഗ്ലിഫിക്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്, ഒരു എക്സ്ട്രാ റീഡിങ്. നമുക്കൊന്ന് നോക്കിയാലോ എന്താണെന്നുള്ളത്. ഓക്കെ, നോക്കൂ. ഇറ്റ് ഈസ് ദ സ്ക്രിപ്റ്റ്
യൂസ്ഡ് ബൈ ആൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻസ്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിപിയാണ്. ഇറ്റ് ഈസ് ദ സ്ക്രിപ്റ്റ്. ഏത് സ്ക്രിപ്റ്റ്? ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് യൂസ്ഡ് ബൈ ആൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻസ് അല്ലേ? പ്രാചീന കാലത്ത് ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ഒരു ലിപിയാണ് ഏത്? ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിംബൽസ് ആൻഡ് ലെറ്റേഴ്സ് അല്ലേ? ഇത് എന്തൊക്കെയാണ്? ലെറ്ററുകളും സിംബലുകളും അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതായത് ചിഹ്നരൂപങ്ങൾ, അതുപോലെ ചിഹ്നരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ സിംബൽസ്, ചിഹ്നങ്ങൾ, അതുപോലെ ലെറ്റേഴ്സ്, അതായത് അക്ഷരരൂപങ്ങളും കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഏത്? ഈ ഒരു ലിപി. ആൻഡ് കോമൺലി റിട്ടൺ ഓൺ പാപ്പറസ് ആൻഡ് വുഡ്. പാപ്പറസ് ഇലയിലും അതുപോലെ തടിക്കഷ്ണങ്ങളിലുമാണ് ഇത് എഴുതിയിരുന്നത്. നമ്മൾ ക്യൂണിഫോം സ്ക്രിപ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടത് ഇറ്റ് വാസ് ഓൺ ദി ക്ലേ ടാബ്ലറ്റ്സ് അല്ലേ? ക്ലേ ടാബ്ലറ്റ്സിൽ എഴുതിയിട്ടുള്ളതാണ് എന്ത്? ക്യൂണിഫോം സ്ക്രിപ്റ്റ് അല്ലെ? കളിമൺ ടാബ്ലറ്റ്സിൽ എഴുതിയിട്ടുള്ളതാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് എങ്കിൽ ഹൈറോഗ്ലിഫിക്സ് എന്തിലൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? പാപ്പറസ് ലീവ്സ് ഉണ്ട്, അതായത് പാപ്പറസ് മരത്തിൻ്റെ ലീവുകൾ അതിൽ ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ വുഡ് മരത്തടികളിലുമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ആൻഷ്യൻ ഈജിപ്ഷ്യൻ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിംബൽസ് ആൻഡ് ലെറ്റേഴ്സ് അല്ലേ? ഇതെന്തൊക്കെ? സിംബൽസും ലെറ്റേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെടുന്നത്. കോമൺലി റിട്ടൺ ഓൺ പാപ്പറസ് ആൻഡ് വുഡ്. പ്രധാനമായിട്ട് എവിടെയാണ് എഴുതുക? പാപ്പറസ് എന്ന് പറഞ്ഞാൽ പാപ്പറസ് ഇലയിലും അതുപോലെ മരക്കഷ്ണത്തിലുമാണ്, തടിക്കഷ്ണത്തിലുമാണ് ഇത് എഴുതാറുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ച് ഇപ്പോൾ മനസ്സിലായില്ലേ? ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ ഈജിപ്ഷ്യൻ ഉപയോഗിച്ചിരുന്നതാണ്. അത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ആൻഡ് സിംബൽസ് അല്ലേ? ലെറ്റേഴ്സും സിംബൽസും അടങ്ങിയിട്ടുള്ള അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഏത്? ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയപ്പെടുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ ഓൺ പാപ്പറസ് ആൻഡ് വുഡ് അല്ലേ? മരത്തടികളിലും പാപ്പറസിലുമാണ് ഇത് എഴുതാറുണ്ടായിരുന്നത്. ഇത് മൂന്നുമാണ് അതിൽ പഠിക്കാനുള്ളത്, ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് അല്ലേ? ഞാനൊരു ചിത്രവും കാണിച്ചു തരാം. ഈ ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് നോക്കൂ. ഈ ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ? പറയൂ. ഓക്കെ, വെരി ഗുഡ്. ഇതാണെന്ത്? പിരമിഡ്. എന്താണ്? പിരമിഡ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പിരമിഡുകളാണ്. എന്താണ് പിരമിഡുകൾ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്ക് നോക്കാം പിരമിഡ് എന്താണെന്ന്. ഓക്കെ, നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നമുക്ക് പിരമിഡുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇവിടെ നോക്കൂ. ദ വേൾഡ് ഫേമസ് പിരമിഡ്സ് ആർ ദ മോസ്റ്റ് റിമാർക്കബിൾ റിമൈൻസ് ഓഫ് ദി സിവിലൈസേഷൻ. ഓക്കെ, രണ്ടെണ്ണാണ് വേൾഡ് ഫേമസ് അല്ലെ? ലോക പ്രശസ്തമായിട്ടുള്ള പിരമിഡ്സ് ആർ ദ മോസ്റ്റ് റിമാർക്കബിൾ റിമൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ശേഷിപ്പ് അല്ലെ? റിമൈൻസ് എന്ന് പറഞ്ഞാൽ ശേഷിപ്പ്, അതായത് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഏറ്റവും വലിയ ഒരു ശേഷിപ്പാണ് അല്ലെങ്കിൽ ഒരു റിമൈൻസ് ആണ് ഏത്? പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിമൈൻസ് ഏതാണ്? സിഗുരാത്ത് ആണ് അല്ലേ? സിഗുരാത്ത് ആർ ദ മേജർ റിമൈൻസ് ഓഫ് ദി മെസപ്പൊട്ടോമിയ സിവിലൈസേഷൻ. ഇവിടെ പറയുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ദ മേജർ റിമൈൻസ് ഓഫ് ദി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ദാറ്റ് വാസ് പിരമിഡ്. അത് പിരമിഡുകളാണ്. ഇനി നമ്മൾ പിരമിഡ് എന്താണെന്ന് നോക്കിയാലോ? നോക്കൂ, പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നോക്കൂ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് പിരമിഡ്സ്. ഈ കാണുന്നതാണ് പിരമിഡ്സ്. ദ പിരമിഡ്സ് ആർ ദ ടോംബ്സ് ഓഫ് ദി ഫറോവാസ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ ടോംബാണ്. എന്താ ടോംബ് എന്ന് പറഞ്ഞാൽ? ടോംബ് എന്ന് പറഞ്ഞാൽ ശവകുടീരം. എന്താണ്? ശവകുടീരം. ദ പിരമിഡ്സ് ആർ ദ ടോംബ്സ് ഓഫ് ദി ഫറോവാസ്. ഫറോവകളുടെ
ശവകുടീരമാണ് ഏത്? പിരമിഡ് എന്നറിയപ്പെടുന്നത്. ശവകുടീരം എന്ന് പറഞ്ഞാൽ ശവക്കല്ലറയാണ് എന്ത്, അതായത് നമ്മൾ മറവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കെട്ടിപ്പൊക്കുക, അതാണ് ടോംബ് എന്നറിയപ്പെടുന്നത്. ദ പിരമിഡ്സ് ആർ ദ ടോംബ്സ് ഓഫ് ദി ഫറോവാസ്. ഫറോവകളുടെ എന്ത് ശവകുടീരമാണ് ഏത്? പിരമിഡ് എന്ന് പറഞ്ഞാൽ. ആരാണ് ഫറോവ? ഫറോവാസ്. ഹൂ വർ ഫറോവാസ്? ദ റൂളേഴ്സ് ഓഫ് ഈജിപ്ത്. ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്നു ഫറോവ എന്നറിയപ്പെടുന്നത്. ദ ബിഗ്ഗസ്റ്റ് പിരമിഡ് ഈസ് ദ വൺ അറ്റ് ഗിസ. ഗിസയിലുള്ളതാണ് ഏറ്റവും വലിയ പിരമിഡ്. ബിൽഡ് ബൈ ദ ഫറോവ ഓഫ് കുഫു. കുഫുവിലെ രാജാവായിരുന്ന ഫറോവ, കുഫു രാജാവ് നിർമ്മിച്ചിട്ടുള്ള ഗിസയിലെ പിരമിഡാണ് എന്ത് ഏറ്റവും വലുത്. ഓക്കെ, അപ്പൊ പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പിരമിഡ്സ് ആർ ദ ടോംസ് ഓഫ് ദി ഫറോവാസ്. ഫറോവകളുടെ ശവകുടീരമാണ് അല്ലെങ്കിൽ ശവകുടീരമാണ് ഏത്? പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. ദ റൂളർ ഓഫ് ഈജിപ്ത്. ഫറോവകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫറോവകൾ, ഫറോവ അല്ലെ, ഫറോവ രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈജിപ്തിലെ ഭരണാധികാരികളാണ്. ആര്? ഫറോവ. ഈജിപ്തിലെ രാജാക്കന്മാരെ പറയപ്പെടുന്ന പേരെന്താണ്? ഫറോവകൾ എന്നാണ് കേട്ടോ. അപ്പോൾ ബിഗ്ഗസ്റ്റ് പിരമിഡ് എവിടെയാണുള്ളത്? ഗിസയിലാണ് ഉള്ളത്. അതാരാ നിർമ്മിച്ചിട്ടുള്ളത്? കുഫുവിലെ ഫറോവയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കുഫു രാജാവാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് പിരമിഡിനെ കുറിച്ച് പറയാനുള്ളത്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നമ്മൾ ഒരിക്കൽ കൂടി നോക്കുന്നു എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈജിപ്ഷ്യൻ സംസ്കാരം അത് ഏത് നദിയുടെ തീരങ്ങളിലാണ് വളർന്നു വന്നിട്ടുള്ളത്? ഏത് നദിയാണ്? നൈൽ നദിയാണ്. നൈൽ റിവർ. ഏത് നദിയാണ്? നൈൽ നദിയാണ്. അതുപോലെ ഈജിപ്തിനെ വിശേഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നത് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. നൈൽ നദിയുടെ വരദാനം എന്നാണ്. എന്താണ്? നൈൽ നദിയുടെ വരദാനം എന്നാണ്. ഈജിപ്തിലെ ലിപി അതേതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. ഏതാണ്? ഹൈറോഗ്ലിഫിക്സ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ദ പിരമിഡ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ശേഷിപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശേഷിപ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? പിരമിഡുകളാണ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫറോവകളുടെ ശവകുടീരത്തെയാണ് പിരമിഡ് എന്നറിയപ്പെടുന്നത്. ആരാണ് ഫറോവകൾ? ഫറോവകൾ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ രാജാക്കന്മാരെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഫറോവകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും വലിയ പിരമിഡ് അത് ഗിസയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് എന്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, വൺസ് മോർ വി ആർ ലുക്കിംഗ്. ഫസ്റ്റ് വൺ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ദാറ്റ് ഈസ് ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലീസ് ഓഫ് ദ റിവർ നൈൽ. നൈൽ നദിയുടെ തീരങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള, ഫ്ലൗറിഷ്ഡ് എന്ന് പറഞ്ഞാൽ വളർന്നു വരിക, വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരം, സിവിലൈസേഷൻ ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഓക്കെ, അടുത്തത് പറയുന്നു ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഈജിപ്ത് വിശേഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഈജിപ്തിനെ അറിയപ്പെടുന്നത് എന്താണ്? ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. നൈൽ നദിയുടെ വരദാനം എന്നാണ്, നൈൽ നദിയുടെ സമ്മാനം എന്നാണ്. എന്തെല്ലാം പേരുകളിലാണ് അറിയപ്പെടുന്നത്? എന്ത്? ഈജിപ്ത്. ഈജിപ്തിലെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് ദാറ്റ് വാസ് ഹൈറോഗ്ലിഫിക്സ്. ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ആണ് ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ലോകപ്രശസ്തമായിട്ടുള്ള പിരമിഡുകൾ, ദ വേൾഡ് ഫേമസ് പിരമിഡ്സ് ആർ ദ മോസ്റ്റ് റിമാർക്കബിൾ റിമൈൻസ്. റിമാർക്കബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, റിമാർക്കബിൾ സുപ്രധാനമായിട്ടുള്ള, റിമൈൻസ് ശേഷിപ്പാണ്. ഏതിൻ്റെ? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശേഷിപ്പാണ് ഏത്? പിരമിഡ്സ് എന്നറിയപ്പെടുന്നത്, പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. ഇത്രയുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു കമ്പാരിസണും കൂടി നടത്തുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഏത് നദിയുടെ തീരങ്ങളിലാണ് വളർന്നു വന്നിട്ടുള്ളത്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് അല്ലേ? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ്. ഓക്കെ, ഞാനിതൊന്ന് വായിക്കുന്നുണ്ടേ.
ഒരു കമ്പാരിസൺ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 2 ടേബിൾ വരയ്ക്കുന്നു. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി കേട്ടോ. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, അതുപോലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഏത് നദിയുടെ തീരങ്ങളിലാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വളർന്നു വന്നിട്ടുള്ളത്? യൂഫ്രട്സ് ആൻഡ് ടൈഗ്രീസ് അല്ലേ? ടൈഗ്രീസ് നദിയുടെയും തീരങ്ങളിലാണ്. റിവർ വാലീസ്. ഓക്കെ, റിവർ വാലീസ്. ഇതോ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഏത് നദിയുടെ തീരങ്ങളിലാണ്? നൈൽ റിവർ വാലി അല്ലെങ്കിൽ നൈൽ നദിയുടെ തീരങ്ങളിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ഇവിടെ പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് സ്ക്രിപ്റ്റ്. ഏതാണ് സ്ക്രിപ്റ്റ്? ക്യൂണിഫോം അല്ലേ? ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആണ്. ഇതോ ഹൈറോഗ്ലിഫിക്സ് ആണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മേജർ റിമൈൻസ്, സിഗുറാറ്റ്സ് അല്ലേ? സിഗുറാറ്റ്സ് ആർ ദ മേജർ റിമൈൻസ്. ഇവിടെ എന്താണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? പിരമിഡ്സ്. ഓക്കെ, പിരമിഡ്സ് ആർ ദ മേജർ റിമൈൻസ് ഓഫ് ദിസ് സിവിലൈസേഷൻ. ഓക്കെ, ഒരു കമ്പാരിസൺ സ്റ്റഡി. ഇപ്പം നമ്മൾ പറഞ്ഞു മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസ് നദിയുടെയും ഇടയിലായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. ഈജിപ്ഷ്യൻ നൈൽ നദിയുടെ തീരങ്ങളിലാണ്. മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ക്രിപ്റ്റ് യൂണിഫോം സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, യൂണിഫോം സ്ക്രിപ്റ്റ് ആണ്. ഇത് ഹൈറോഗ്ലിഫിക്സ് ആണ്. എന്താണ്? ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് ആണ് ഇത്. ഓക്കെ, ഇവിടുത്തെ മേജർ റിമൈൻസ് എന്ന് പറഞ്ഞാൽ സിഗുററ്റ്സ് ആണ്. ഇവിടുത്തെ മേജർ റിമൈൻസ് എന്ന് പറഞ്ഞാൽ പിരമിഡ്സ് ആണ്. ഓക്കെ, ആ ഒരു കമ്പാരിസൺ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, മറന്നു പോകരുത്. എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ വായിക്കുക, പാഠഭാഗങ്ങൾ നല്ലതുപോലെ വായിക്കാം. ഓക്കെ, താങ്ക് യു.